ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ മാനൂര് വാർഡിൽ നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പൂക്കൃഷി ഓണത്തിന് വേണ്ടിയുള്ള ജമന്തി കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകൾ സ്വരൂപിച്ചുകൊണ്ട് നട്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ് നമ്മൾ നടത്തുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നെൻ്റെ കർത്തവ്യം. നമുക്കറിയാം, നമ്മൾ ഒരു വലിയ ടീമായിട്ടാണ് ഒരു 10-20 വർഷം കൊണ്ട് ഇവിടെ വെട്ടയോ കളയോ ഒന്നും ഇല്ലായിരുന്ന ഒരു ഭൂമിയിൽ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്നുകൊണ്ട് ചെടികൾ നടുന്നതിനുള്ള നിലമൊരുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകൾ ഉപയോഗിച്ച് നമ്മളിവിടെ നടുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും അതിലുപരി ഇത് ഇത്രയും പുഷ്പിച്ച് നന്നായി സംരക്ഷിച്ചെടുത്തത് നമ്മുടെ വാർഡിൻ്റെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്നേഹമുള്ള ശശിയണ്ണനാണ്. ശശിയണ്ണൻ അഹോരാത്ര എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വന്ന് ഇവിടെ പരിശോധിക്കുകയും വേണ്ട കളയെല്ലാം പറിച്ച് വൃത്തിയാക്കി യഥാസമയം വെള്ളം ഒഴിക്കുകയും മഴയില്ലാത്ത സമയങ്ങളിൽ വന്ന് നമ്മൾ കുറേ ദൂരെ അകലെ നിന്നാണ് വെള്ളം കൊണ്ടുവന്ന് ഓസിട്ട് ഇവിടെ വെള്ളം ഒഴിക്കുകയും ഒക്കെ നന്നായി പരിചരിക്കുകയും 3-4 തവണ നമ്മൾ വളപ്രയോഗം ചാണകമൊക്കെ ഇതിട്ട് നന്നായി കൃഷി ചെയ്താണ് നമുക്കിത് സംരക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഈ വർഷത്തെ ഓണത്തിന് നമ്മുടെ മാനൂര് വാർഡിൽ നിന്ന് തന്നെ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ മാനൂര് വാർഡിൽ നല്ല ഒരു പുഷ്പകൃഷി, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലായി നമ്മൾ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മനോഹരമാക്കുന്നതിന് നമുക്ക് ഏറ്റവും പ്രയോജനം നൽകിയത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളിലും വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ ഏത് കാര്യം എടുത്തു നോക്കിയാലും തൊഴിലുറപ്പ് രംഗത്ത് ഏറ്റവും മഹനീയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. മഹാത്മാ പുരസ്കാരം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നേടിത്തന്നതും വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങളിലൊന്നാണ്. പലവിധമായ കൃഷികൾ, ഫലവൃക്ഷത്തൈ നടൽ, പിന്നെ നമ്മുടെ കുടുംബശ്രീ സംരംഭകർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വർഷഡുകൾ നിർമ്മിച്ചു. ഇതെല്ലാം തൊഴിലുറപ്പിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. ഈ വളരെ സന്തോഷമുള്ള ഈ നിമിഷത്തിൽ ഞാൻ പ്രസിഡന്റിനെയും അതോടൊപ്പം നമുക്ക് കൃഷിയെ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കൃഷി അസിസ്റ്റന്റ് സിന്ധു ചേച്ചിയുണ്ട്. സിന്ധു ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെയാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകി. അപ്പൊ സിന്ധു ചേച്ചിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇത് സംരക്ഷിച്ച് ഒരു കുഞ്ഞിനെ പോലെ വളർത്തിയെടുത്ത സ്നേഹമുള്ള ശശിയണ്ണനുണ്ട്. ശശിയണ്ണനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ തൊഴിലാളികൾ, ഇന്ന് അവിടെ ഒരു കല്യാണം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ തൊഴിലാളികൾക്കും ഇവിടെ എത്താൻ സാധിക്കാത്തത്. 2-3 ദിവസം മാറിപ്പോയി. ആദ്യ ദിവസം ഇവിടെ നിറയെ ആൾക്കാർ വന്നു. അപ്പൊ ഇന്ന് കുറച്ചുപേരേ ഉള്ളൂ. എങ്കിലും ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നല്ലൊരു ഓണം ആഘോഷിക്കുന്നതിനും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു ഓണം ആഘോഷിക്കുന്നതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന പരിപാടികൾ ചെയ്യുന്നതിനായി ഞാൻ ബഹുമാനമുള്ള പ്രസിഡന്റ് ക്ഷണിച്ചോളൂ. ബഹുമാനിയായ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റ്, ഏറെ പ്രിയങ്കരിയായ കൃഷി അസിസ്റ്റന്റ് ശ്രീമതി സിന്ധു, ഇവിടുത്തെ ADS അംഗങ്ങൾ, ഇതിൻ്റെ പരിപാലനം നടത്തിയ ശശിയണ്ണൻ, മറ്റ് പ്രിയമുള്ളവരെ, വെള്ളട ഗ്രാമപഞ്ചായത്തിൽ മാനൂർ വാർഡിൽ കഴിഞ്ഞ 3 വർഷമായി ജൈവ പച്ചക്കറി കൃഷിയായാലും ഇതുപോലെ ജമന്തി കൃഷിയുമൊക്കെ നടത്തി വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റ് വാർഡുകൾക്ക് മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വാർഡാണ് മാനൂർ വാർഡ്. ഈ വർഷവും നമുക്കറിയാം, എല്ലാ വർഷവും ഓണത്തിന് അത്തപ്പൂ ഇടുന്ന വലിയൊരു സംവിധാനമുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ വിചാരിക്കുന്നത് അത്തപ്പൂ ഇടണമെങ്കിൽ അതിനാവശ്യമായ പൂ കളക്ട് ചെയ്യാൻ എവിടെ പോകണം, അത് തോവാള പോലെയുള്ള തമിഴ്നാട്ടിലെ സ്ഥലങ്ങൾക്ക് പോയാൽ മാത്രമേ നമുക്ക് അത്തപ്പൂ ഇടാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് പല കാര്യത്തിനും മാറി നിൽക്കുമ്പോൾ വെള്ളട ഗ്രാമപഞ്ചായത്തിനകത്തും നമുക്ക് പൂ കൃഷി ചെയ്ത് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന ഒരു തെളിവ് വെള്ളട ഗ്രാമപഞ്ചായത്തിൽ പല വാർഡുകളിൽ ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും മാതൃകാപരമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് തീർച്ചയായിട്ടും മാനൂർ വാർഡിലാണ്. അത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപിലും ഒക്കെ ഞാൻ ഈ വാർഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ എല്ലാ വാർഡിലും ഇങ്ങനെ പോകുമ്പോൾ സ്വന്തം വാർഡിലും ജമന്തി കൃഷി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഈ വർഷം എൻ്റെ വാർഡിലും ജമന്തി കൃഷി ആരംഭിച്ചു. അത് മൊട്ടായി നിൽക്കുകയാണ്. വരുന്ന നാളുകളിൽ അതിൻ്റെ ഉദ്ഘാടനം കൂടി നടത്താനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. ഇവിടെ മരച്ചിനി കൃഷിക്ക് വേണ്ടി
മരച്ചിനി കൃഷിക്ക് കുഴിയെടുത്ത സ്ഥലത്താണ് ജമന്തി തൈ വെച്ചത്. മരച്ചിനി കൃഷി താഴെയും ജമന്തി കൃഷി മുകളിലുമായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതിനാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം ഇവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിഞ്ഞു. വരുന്ന ആളുകളിലും അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി സ്ഥലങ്ങൾ, നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ജമന്തി കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ ജൈവ വേലി കെട്ടി പലവർഷ തൈകൾ വയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ഏറെ ഗുണകരമായി തീരട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ച വെള്ളറട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൻസെന്റിനെയും അതിനോടൊപ്പം സഹകരിച്ചവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളെ, നമ്മുടെ ജനകീയ ആസൂത്രണം 2025-26 പദ്ധതി പ്രകാരം പൂക്കൃഷി ഒരു പ്രോജക്റ്റ് വെച്ചിരുന്നു. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. ഇത് ജമന്തി തൈകൾ വിതരണം ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത് ജൂൺ മാസത്തിൽ നടണം. ജൂൺ മാസത്തിൽ നട്ടാലാണ് നമുക്ക് ഈ ഓഗസ്റ്റ് അവസാനം ഈ പൂ പറിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കൃഷിഭവനിൽ നിന്ന് പല പ്രാവശ്യവും നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു, നിലമൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന്. പക്ഷെ പലരും താമസിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് താമസിച്ച് തൈ കൊടുക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ മാനൂർ വാർഡിൽ അവർ സമയത്ത് തന്നെ വന്ന് രജിസ്ട്രേഷൻ ചെയ്യുകയും ഇതെല്ലാം തൊഴിലുറപ്പ് കൊണ്ട് സ്ഥലം തരിശായി കിടന്ന ഈ സ്ഥലം റെഡിയാക്കി അവർ നമ്മൾ വിതരണം ചെയ്തതിൻ്റെ അന്ന് തന്നെ ഇവിടെ തൈനടിയിലും ഉദ്ഘാടനം നടത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോഴും ഈ പൂ പറിക്കാൻ സാധിക്കുന്നത്. മറ്റ് വാർഡുകളിലെല്ലാം തന്നെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇത് മൊട്ട് ആയി വരുന്നതേ ഉള്ളൂ. കാരണം അവർ ഒരു 10-15 ദിവസം താമസിച്ചാണ് നട്ടത്. അതുകൊണ്ടാണ് അത് കൃത്യസമയത്ത് നമ്മളിവിടെ നട്ടത് കൊണ്ടാണ് നമുക്കിപ്പം നല്ല രീതിയിൽ ഇത് പൂ പറിക്കാൻ പറ്റിയത്. ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ കുറച്ചുകൂടെ സ്ഥലം എടുത്ത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പം ഓഗസ്റ്റ് നമ്മുടെ ഇതിന് കർഷക ദിനത്തിന് അലങ്കരിക്കാനായിട്ട് നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ കിലോയ്ക്ക് 300 രൂപ എന്നാണ് പറഞ്ഞത് വില. അപ്പം ഇപ്പം നല്ല വിലയുണ്ട്. പക്ഷെ ഓണത്തോട് അടുക്കുമ്പം നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും പൂ വരുന്നത് കൊണ്ട് ഇത്രയും വില കിട്ടില്ല. അത് ഇപ്പോഴേ പൂത്തത് കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു വിലയും കിട്ടും. അപ്പം ഇതിന് എല്ലാവിധ ആശംസയും നേർന്നുകൊള്ളുന്നു.